ഹായ് ഫ്രണ്ട്സ്, ഇത് കാളിയാർ റോഡ് പള്ളി, ചേലക്കര, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചേലക്കര എന്ന സ്ഥലത്തിൻ്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് കാളിയാർ റോഡ് പള്ളി. വളരെ പ്രസിദ്ധമായ ഈ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ചേലക്കരയ്ക്ക് ചേലക്കര എന്ന പേര് ലഭിക്കുവാനുണ്ടായ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. അതിൽ ഒന്നാമത്തേത്, പണ്ട് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ സമരം ചെയ്യുകയും ആദ്യമായി സ്ത്രീകൾക്ക് ചേല വിതരണം ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് ചേലക്കരയ്ക്ക് ചേലക്കര എന്ന നാമം ലഭിച്ചത് എന്നാണ് ഒരു കേട്ടുകേൾവി. രണ്ടാമത്തേത്, ആലും അതുപോലുള്ള തണൽ മരങ്ങളും, അങ്ങനെയുള്ള മരങ്ങളെയാണ് ചേലമരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പാതയോരങ്ങളിൽ വളരെയധികം ചേലമരങ്ങൾ കാണപ്പെടുന്ന കര, അതാണ് ചേലക്കര എന്നും പറയപ്പെടുന്നു. പിന്നെ വേറെ അഭിപ്രായമുള്ളത്, ചേലക്കരയ്ക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ നദിയായ ചോല, ആ ചോലയിൽ നിന്നാകാം ചേലക്കര എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു. ഇതൊക്കെയാണ് ചേലക്കര എന്ന നാമത്തിൻ്റെ പിന്നിൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. സൂഫി വര്യനായ ഷെയ്ഖ് അബ്ദുൽ റഹ്മാൻ, അവരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കാളിയാർ റോഡ് പള്ളി. കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് ഈ കാളിയാർ റോഡ് പള്ളി. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഷെയ്ഖ് അവർകൾ ഇറാഖിലെ ബാഗ്ദാദ് എന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളാണെന്ന് പറയപ്പെടുന്നു. ദീർഘമായ യാത്രക്കിടയിൽ ഈ സ്ഥലത്ത് വന്നു ചേരുകയും പ്രാർത്ഥനാ കർമ്മങ്ങൾക്കായി സമീപത്തുള്ള മലയുടെ താഴ്വാരം തിരഞ്ഞെടുക്കുകയും അദ്ദേഹം ചെയ്തു. ആരാധനാ കർമ്മങ്ങൾ ചെയ്തിരുന്ന പ്രദേശം തേൻവാതിൽ എന്നാണ് അറിയപ്പെടുന്നത്. പള്ളിയുടെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ പാറയിൽ കൊത്തിവെച്ച ഒരു വാതിലിൻ്റെ രൂപം പോലെ സമീപത്തുള്ള മലമുകളിൽ ഇപ്പോഴും കാണാൻ കഴിയും. മുസ്ലിം സൂഫി ദർഗകളിൽ പ്രമുഖ സ്ഥാനമുണ്ട് കാളിയാർ റോഡ് പള്ളിക്ക്. പള്ളിയുടെ ചരിത്രം തന്നെ മതസൗഹാർദ്ദത്തിൽ തിളങ്ങി നിൽക്കുന്നതാണ്. പള്ളിയുടെ കീഴിൽ നിരവധി സാമൂഹ്യക്ഷേമ പരിപാടികൾ മതാതീതമായി നടത്തപ്പെടുന്നുമുണ്ട്. നിരവധി ആളുകൾക്ക് ആശ്രയ കേന്ദ്രമാണ് കാളിയാർ റോഡ് പള്ളി. ഭൗതികവും ആത്മീയവും ആയ നിരവധി പ്രശ്നങ്ങൾക്ക് സർവമതസ്ഥരും ഒരുപോലെ സന്ദർശനം നടത്തുന്ന ഒരു പള്ളിയാണ് കാളിയാർ റോഡ് പള്ളി. ഭക്തരായ ആളുകൾ തങ്ങളുടെ കാർഷിക വിളകളുടെ ഒരു പങ്ക് പള്ളിയിൽ സമർപ്പിക്കുന്നു. കൂടാതെ എണ്ണയും നിലവിളക്കും തേനും ജാറം മൂടാനുള്ള പട്ടും കാണിക്കയായി നൽകുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ സന്താനലബ്ധിക്കായി കുഞ്ഞുങ്ങളില്ലാത്തവർ അന്നദാനം നടത്തുന്ന പതിവും ഇവിടെയുണ്ട്. എണ്ണ, പച്ചരി, പൂമണ്ണ് തുടങ്ങിയവയാണ് പ്രസാദമായി നൽകുന്നത്. ആവിർഭാവ കാലം മുതൽക്ക് നിരവധി ആളുകൾ ശമനൌഷധമായി തേനും വാങ്ങുന്നുണ്ട്. ഷെയ്ഖിന്റെ ജീവിതകാലത്തും ശേഷവും നിരവധി അത്ഭുത പ്രവൃത്തിയാൽ കാളിയാർ റോഡ് മക്കാം പ്രസിദ്ധമാണ്. പള്ളിയുടെ വരുമാനങ്ങളിൽ ഏറിയ പങ്കും മറ്റു മതസ്ഥരിൽ നിന്നും കാണിക്കയായും സംഭാവനയായും ലഭിക്കുന്നതും ഉണ്ട്. എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഞായറാഴ്ച പകൽ നടക്കുന്ന പ്രവാചക പ്രകീർത്തന സദസ്സിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ദൂരദിക്കുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. ഫെബ്രുവരി മാസത്തിലാണ് പള്ളിയിലെ കാളിയാർ റോഡ് ചന്ദനക്കുടം നേർച്ച ആഘോഷിക്കുന്നത്. അതാണ് 2024 ആ ദിവസമാണ് ഇന്ന്.
പാലക്കാട്, തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്തു നിന്നും നിരവധി നേർച്ചകളാണ് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നത്. എത്ര കണ്ടാലും മതിവരാത്തൊരു ഉത്സവം, അതാണ് കാളിയാർ റോഡ് നേർച്ച. പള്ളിയുടെ ഒരു വശത്തായി സ്ഥിരമായിട്ടുള്ള കടകൾ, ഹോട്ടല്, അങ്ങനെ വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ, അങ്ങനെ എന്തുകൊണ്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നേർച്ചയും ഒരു പള്ളിയുമാണ് കാളിയാർ റോഡ് പള്ളി. ഇനി നമുക്ക് ഈ നേർച്ചയുടെ വിശേഷങ്ങളും നയനമനോഹരമായ ദൃശ്യങ്ങളും ഈ വീഡിയോ നിറയെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഞാൻ അനിൽ.